ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതേ നമ്മുടെ ഇടുക്കിയിലെ 3rd ഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പം ഞങ്ങളിതേ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ട്. നല്ല കോടമഞ്ഞുണ്ട്, നല്ല ക്ലൈമറ്റാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് റൂം വെക്കേറ്റ് ചെയ്തിട്ട് നേരെ വാഗമണിലേക്ക് വിടുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും പാക്ക് ചെയ്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ റിസോർട്ടിൽ തൊട്ടപ്പുറത്തെ കോട്ടേജിലായിട്ട് ഫിലിം ആക്ടർ വിനീതായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. എന്തോ മൂവി ഡിസ്കഷന് വേണ്ടിയിട്ട് വന്നതാണെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ ഓരോ ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ നമ്മൾ അവിടെ എല്ലാം ഒന്നുകൂടി ഒന്ന് കറങ്ങി കണ്ടതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ വാഗമണിലേക്ക് വിടുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ ഞങ്ങൾ തേയിലത്തോട്ടങ്ങളുടെയൊക്കെ ഇടയിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ആണല്ലോ നല്ല തേയില കിട്ടുന്ന സ്ഥലം. ഞങ്ങൾ ഈ ട്രിപ്പ് വന്നപ്പോഴേ അമ്മമാർ പറഞ്ഞു വിട്ട കാരണം നല്ല തേയിലയൊക്കെ ഉണ്ടെങ്കിൽ മേടിച്ചിട്ട് വരാൻ. അപ്പം നമുക്ക് നോക്കാം. അങ്ങനെ ഇതേ ഞങ്ങളിവിടെ കുറച്ച് നേരം ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഓരോ ചായയും കടിയൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വീണ്ടും മുന്നോട്ട് പോയത്. അങ്ങനെ ഇതേ നമ്മളിപ്പോൾ വാഗമണിലെ ടീ ലേക്ക് ബോട്ടിങ്ങിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. അങ്ങനെ ഇതേ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നമുക്ക് അകത്ത് കയറാനായിട്ട് എൻട്രി ടിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ അകത്ത് കയറി. അപ്പോൾ ഇതേ നമ്മൾ ബോട്ടിങ്ങിന് പോകുന്നതിന് മുന്നേ ആയിട്ട് അവിടെ ഒരു ചെറിയ
ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അത് കടന്ന് അപ്പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അത് കടന്ന് നമ്മൾ എത്തുമ്പോഴത്തേക്ക് ഒരു വീട് നമുക്ക് അവിടെ കാണാം കേട്ടോ. അപ്പോൾ അത് ഏതൊക്കെയോ മൂവീസിൽ ഉള്ള വീടാണെന്നാണ് പറയുന്നത്. എനിക്ക് കറക്റ്റ് അറിയില്ല ഏതൊക്കെ മൂവിയിലാണെന്ന് കേട്ടോ. ബ്ലോഗർ സാഗറിന് എന്തോ പറയാനുണ്ട് കേട്ടോ. Hi guys, welcome to the middle of the pond. This is a very, very, very sophisticated place. It is very risky to walk in this beach, and we are going for an adventure. And all the best. And they are pedaling the boat. അപ്പോൾ അതേ അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറാൻ പോവുകയാണ്. അങ്ങനെ ഇതേ നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരിടത്തും പാർക്കിംഗ് ഇല്ല. അപ്പോൾ നമ്മൾ പാർക്കിംഗ് ഉള്ള ഒരു സ്ഥലം നോക്കി ഒരിടത്ത് കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് വിടുകയാണ്. അടുത്ത നമ്മുടെ ലക്ഷ്യം മുട്ടക്കുന്നാണ്. അപ്പോൾ ഇനി നമുക്ക് മുട്ടക്കുന്നിലെത്തിയിട്ട് കാണാം. അങ്ങനെ ഇതേ നമ്മൾ മുട്ടക്കുന്നിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ഏരിയ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പിന്നെ അകത്തേക്ക് നമുക്ക് ഇവിടെ എൻട്രി ടിക്കറ്റ് ഉണ്ട്. അപ്പം നമ്മൾ അതൊക്കെ എടുത്തിട്ട് അകത്തേക്ക് കയറുകയാണ്. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മളെല്ലാം സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഒരുപാട് കുന്നുകൾ ഇങ്ങനെ അടുത്തടുത്തായിട്ട് നിൽക്കുകയാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഓരോ കുന്നിൽ നിന്ന് അടുത്ത കുന്നിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ കുന്നിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കയറാനായിട്ട് നല്ല പാടായിരുന്നു.
പിന്നെ ദേ അവിടെ തന്നെ കിഡ്സിന് വേണ്ടിയിട്ട് പ്രത്യേകം പ്ലേയിങ് ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുട്ടുവിനെ അവിടെ കയറ്റിയിട്ടുണ്ട്. കുട്ടു എന്തായാലും അവിടെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ അവിടെ നിന്ന് തിരിക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം പൈൻ ഫോറസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇവിടെ സോഡാ സർബത്ത് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും നമ്മളെല്ലാവരും ഓരോ സോഡാ സർബത്ത് കുടിച്ചിട്ട് തിരിക്കാമെന്ന് കരുതി. ഇതേ നമ്മൾ പൈൻ വാലിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. ഇവിടെ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള തേയിലകളും നാടൻ തേനും ഒക്കെ കിട്ടും. ഇവിടെ വരുന്നവരെല്ലാവരും ഒട്ടുമിക്ക പേരും ഈ തേയിലയും തേനും ഒക്കെ മേടിച്ചിട്ട് തന്നെയാണ് വീട്ടിലേക്ക് മടക്കുന്നത്. ഇവിടെ അകത്തേക്ക് കയറണമെങ്കിൽ നമുക്കിവിടെ എൻട്രി ടിക്കറ്റ് എടുക്കണം കേട്ടോ. അപ്പം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതേ അകത്തേക്ക് കയറുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി ലൊക്കേഷനാണ്. ഞങ്ങളെല്ലാവരും ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നന്നായിട്ട് ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തായിരുന്നു. അപ്പോഴത്തേ ഞങ്ങൾ പൈൻ ഫോറസ്റ്റ് എല്ലാം കണ്ട് കഴിഞ്ഞിട്ട് തിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നല്ല മഴയുണ്ട്. എല്ലാവരും ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.